എന്തോ ഞാനിവിടെ ഉണ്ട് ഒരു ബാഗ് നാസറക്കാര് മുന്നേ മുന്നേ നാസറ് മുന്നേ മുന്നേ വാ മുന്നേ ബിജേട്ടാ യതിവര്യനായിടെ രണ്ടു തട്ടായി ചുഴലു മുതലായവയൊന്നുമില്ല താങ്ങൊരു വടിവാമറിവുള്ള
അറിവിലനാദിയതായി നടന്നിടുന്ന ആതിഥേയരൊന്നായി വരുവതുപോലെ വരും ഒരു മധു ചുഴന്നിടുന്നു പ്രകൃതി വിടുന്നതിനായി വേല ചെയ്വീല പ്രകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം പല മതസാരവുമേകമെന്നു പാരാതെ ഉലകിലൊരാനയിലങ്കരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ പലവതു കണ്ടലയാതമർന്നിട ഒരു മതമന്യു മതമാകുവതുരപ്പതെല്ലാവരും ഇതുവാദികളായും ഓർക്കുവീല പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിവില്ല രഹസ്യമിഞ്ഞ ശേഷം ഭരിച്ചിടുന്നു സാക്ഷാലശാലികളാണ് നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം തന്നെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രമാണ സമർപ്പണ സമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. ബാബുരാജ് വട്ടോടി അവർകളെ ക്ഷണിക്കുന്നു. സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ദീപാർപ്പണം. കുമാരി അമൃത എം ശ്രീമതി ബിന്ദിയ വിശ്വൻ. गुरुर्देवो महेश्वरः
ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയഴും വിളക്കിതാ സാവധാനമണിയൻ കൊടുത്തിനേ അല്പമെങ്കിലും അതിൻ പ്രഭാകുരം സൽപദേ ഇരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യപദപീഠ ഭൂവിൽ നിന്ന് ഉൽപതിച്ചു തിരുമേയിലെത്തണേ തേമയാർന്ന മണിഭൂഷണത്തിലും തൂമരോജ്ഞമലർമാല തന്നിലും ഹേമവിഗ്രഹമരീചിതേടുമീ ഓമള പ്രഭവിളങ്ങണേ വിഭോ മാറ്റി നിന്നുകരസം മറച്ചതിൽ പോറ്റി പുലരുതു ധൂമരേഖകൾ മാറ്റിയെന്ന മണിവായിലൂടെയും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം ചീർത്തി പിന്നൊഴി തെളിഞ്ഞു പൊങ്ങിനെ വാർത്തിടായകിലു മെലിഞ്ഞു മേൽക്കുമേ നേർത്തിടീശമിഴിയഞ്ചിടുന്നതിൻ മൂർത്തി മുൻപു നിഴനീങ്ങി നിൽക്കണേ. ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ശ്രീ EM സോമനാഥൻ അവരുടെ ക്ഷണിക്കുന്നു. ശിവഗിരി മഠത്തിൻ്റെ ഒരു ശാഖാസ്ഥാപനം എന്ന നിലയിൽ ഭാവിയിൽ വളർന്നു വരാവുന്ന ഈ പ്രദേശത്ത് ഗുരുദേവ ദർശന പ്രചാരണത്തിന് കൂട്ടായ്മയിലൂടെ നമുക്ക് ഒത്തുചേരാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി പ്രവർത്തിക്കും ഇവിടം എന്ന് സ്വാമി പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ഭൂമി ശിവഗിരി മഠത്തിന് രവീന്ദ്രനാഥ് സാറ് സമർപ്പിക്കുന്നത്. അതിൻ്റെ പ്രമാണ കൈമാറ്റ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഈ ചടങ്ങിൽ ഇത്രയേറെ സമ്പന്നത ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. കാരണം ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ രവീന്ദ്രനാഥ് സാറിനോട് ആദരവേറിയ സാറിൻ്റെ ഉറ്റവരും ചങ്ങാതിമാരും ശിവഗിരി മഠത്തോടും ഗുരുദർശനത്തോടും താല്പര്യം കാട്ടിയിട്ടുള്ള ഭക്തജനങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. 3 സന്യാസി ശ്രേഷ്ഠരുടെ പാദം ഇന്നിവിടെ പതിയുകയാണ്. 2 ശുഭാംഗാനന്ദ സ്വാമി ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ചങ്ങനാശ്ശേരിയിലെ ഒരു മരണ വീട്ടിൽ പോയിരിക്കുകയാണ് സ്വാമി. അത് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ മടങ്ങി വരും. അതുവരെ നമ്മൾ ഈ സമ്മേളനം തുടങ്ങി വെക്കുക എന്ന സ്വാമി നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ഈ യോഗം ആരംഭിക്കുന്നത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ബാബുരാജ് വട്ടോളിൽ 4 പതിറ്റാണ്ടിലേറെ കാലമായി ശിവഗിരി മഠവും ഗുരുധർമ്മ പ്രചരണ സഭയുമായി പ്രവർത്തിച്ചു വരുന്ന ഒരു മാന്യദേഹമാണ്. അദ്ദേഹത്തിനുമുണ്ട് പാരമ്പര്യം. അദ്ദേഹത്തിൻ്റെ വന്യപിതാവ് കാളകെട്ടി SNDP ശാഖാ യോഗത്തിൻ്റെ ഭാരവാഹിയായിരുന്നു. പിന്നാലെ ബാബുരാജ് ആ ചുമതല ഏറ്റെടുത്തു. ദീർഘകാലം കോട്ടയം SNDP യൂണിയൻ കമ്മിറ്റി അംഗമായി സേവനമനുഷ്ഠിച്ചു. അക്കാലത്തുമൊക്കെ ശിവഗിരി മഠവും ഗുരുധർമ്മ പ്രചരണ സഭയുമായി പ്രവർത്തിച്ചു വരുന്ന ഒരു മാന്യദേഹമാണ്. ബാബുജിയെ ഈ അധ്യക്ഷ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുക, സ്വാഗതം ചെയ്യുകയാണ്. സഭയുടെ കോട്ടയം ജില്ലയിലെ മുതിർന്ന 2 വ്യക്തിത്വങ്ങളാണ് കുറിച്ചി സദൻ സാറും R സലീംകുമാർ സാറും. ഞങ്ങളൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം തരികയും ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി ഞങ്ങളെയൊക്കെ ഈ രംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കുകയും ചെയ്തതിൽ കുറിച്ചി സദൻ സാറും സലീംകുമാർ സാറും ഏറെ സഹായിച്ചിട്ടുണ്ട്. ആ 2 പേരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശുഭാംഗാനന്ദ സ്വാമി വന്നു കഴിഞ്ഞാൽ ഈ പുരയിടത്തിൻ്റെ പ്രമാണം സ്വാമിജിയെ ഏൽപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രം ഡയറക്ടർ കൂടിയായ ഈ ഭൂമിയുടെയൊക്കെ ഉടമസ്ഥനായ ആദരണീയനായ രവീന്ദ്രനാഥ് സാറിനെ ഈ ചടങ്ങിലേക്ക് വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്.
അസംഗാനന്ദഗിരി സ്വാമി, ഞാൻ മറന്നുപോയതല്ല, സ്വാമിജി ഇപ്പോൾ ഗുരുധർമ്മ പ്രചരണ സഭയുടെ കേന്ദ്ര സമിതിയുടെ സെക്രട്ടറിയാണ്. സഭയുടെ ജനറൽ സെക്രട്ടറിയും ശിവഗിരി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ഒന്നിച്ച് പങ്കെടുക്കാൻ കിട്ടുന്ന ഒരവസരം കാത്തിരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തതിന് ശേഷം കുറച്ച് നീണ്ടുപോയത്. നമുക്കറിയാം, ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠർ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ പറഞ്ഞാലും ഞാൻ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതുകൊണ്ട് നേരിട്ട് കണ്ട് അനുഭവിക്കുന്ന ഒരാളാണ്. 70ഓളം ശാഖാസ്ഥാപനങ്ങൾ, ആശുപത്രി, ഗോശാല, കാർഷിക മേഖല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ആശ്രമങ്ങളുടെ ബ്രാഞ്ചുകളുടെ ചുമതല, കാര്യനിർവഹണം, ഓഫീസിൻ്റെ ദൈനംദിന കാര്യങ്ങൾ, നിത്യേന വരുന്ന ഭക്തജനങ്ങൾക്കുള്ള ആഹാരം, മഹാഗുരുപൂജ തുടങ്ങി ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ശ്രദ്ധ അവിടുത്തെ സ്വാമിമാർക്ക് ചെയ്യേണ്ടതുണ്ട്. നിത്യേന എന്നോളം യാത്ര, രാജ്യത്തിനകത്തും പുറത്തും ഈ യാത്ര ചെയ്ത് ക്ഷീണിതരായി വരുന്ന സന്യാസിമാരെയാണ് പലപ്പോഴും ഞങ്ങൾ കാണുന്നത്. പ്രസിഡന്റ് സ്വാമി ഒരാഴ്ച മലബാർ മേഖലയിലെ പര്യടനം കഴിഞ്ഞ് ഇന്നലെ അർദ്ധരാത്രിയിലാണ് മടങ്ങിയെത്തിയത്. ജനറൽ സെക്രട്ടറി സ്വാമി തൃശ്ശൂർ മേഖലയിൽ പോയിട്ട് അവിടെ നിന്നാണ് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വന്നത്. എന്ത് പറയാൻ കാര്യം, അത്രമാത്രം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ആ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിമാരിലെ യുവ തലമുറയിലെ ശ്രദ്ധേയനായ സ്വാമിയാണ് അസംഗാനന്ദഗിരി സ്വാമി. ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൽ 7 വർഷക്കാലം പഠനം നടത്തി അതിനുശേഷം സന്യാസ ദീക്ഷ സ്വീകരിച്ച് ശിവഗിരി മഠത്തിലെ ചുമതല, അതോടൊപ്പം തന്നെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ചുമതലകൾ നിർവഹിച്ചു വരുന്ന സ്വാമിയെ വളരെ ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരനും മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന അന്തരിച്ച നാരായണക്കുറുപ്പ് സാറിൻ്റെ മകൻ ഡോക്ടർ എൻ ജയരാജ് അവറുകളാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ചീഫ് സ്ഥാനം വഹിക്കുന്ന അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുകയും പ്രമാണം സ്വീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്ന ശുഭാംഗാനന്ദ സ്വാമിജി ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ഒരു മരിച്ച വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. സ്വാമിജിയെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഗുരുധർമ്മ പ്രചരണ സഭയുടെ കോട്ടയം ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചു വരുന്ന 2 പേരാണ് ശ്രീമതി സോഫി വാസുദേവനും ബിജു വാസും. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സ്വതൻ സാറും സലിംകുമാർ സാറും പിന്നെ ഞങ്ങളൊക്കെ കൈമാറി ഈ സംഘടനയെ ഇപ്പോൾ അവരുടെ കരങ്ങളിലാണ് വളരെ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ടുള്ളത്. മുതൽ യാതൊരുവിധ വീഴ്ചയും വരുത്താതെ സംഘടനയ്ക്ക് ദൈനംദിന കാര്യങ്ങളിൽ എപ്രകാരം മുന്നേറ്റം ഉണ്ടാക്കാമോ ആ തലത്തിലൊക്കെ ശ്രദ്ധാപൂർവമായ സാന്നിധ്യവും സംഘാടക ശേഷിയും കാഴ്ചവെച്ചു വരുന്ന ശ്രീമതി സോഫി വാസുദേവനെയും ബിജു വാസിനെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സഭയുടെ കേന്ദ്ര സമിതി അംഗമാണ് ശ്രീ സുകുമാരൻ വാകത്താനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 പതിറ്റാണ്ടിലേറെ കാലമായി ഗുരുധർമ്മ പ്രചരണ സഭയുടെ വാകത്താനം യൂണിറ്റിൽ തുടങ്ങി ഇന്ന് ശിവഗിരി കേന്ദ്രമാക്കിയുള്ള സഭയുടെ കേന്ദ്ര സമിതി അംഗ സ്ഥാനം വഹിച്ചു വരുന്നു. നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എത്രമാത്രം ത്യാഗം സഹിച്ചാണ് ഒരു പ്രവർത്തകൻ ഈ സംഘടനയിൽ നിലകൊള്ളേണ്ടത് എന്നത് നമുക്ക് വരച്ചു കാട്ടുന്ന ഒരാളാണ് സുകുമാരൻ. കയ്യിൽ നിന്ന് പണമെടുക്കുക, കാര്യങ്ങൾ യഥാസമയം നിറവേറ്റുക, എത്ര പണം കയ്യിൽ നിന്ന് മാറ്റിയാലും നിശബ്ദനായി ആ സേവനം, ആ പതിവ് തുടർന്നു പോരുക, ഇതൊക്കെ സുകുമാരൻ്റെ ഒരു പ്രവർത്തന രീതിയാണ്. ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മേഖലയിൽ നിന്നും ധനം വന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംഘടനയല്ല. അധ്വാനിക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം നാം അതിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ പ്രവർത്തന ശൈലിയാണ് ഗുരുധർമ്മ പ്രചരണ സഭയുടെയും മാതൃസഭയുടെയും ഒക്കെ
പ്രവർത്തകർ നിറവേറ്റി വരുന്നത്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ശ്രീ സുകുമാരനെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ നമ്മോട് ഏറെ സഹകരിക്കുകയും കഴിഞ്ഞ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലൊക്കെ സജീവമായി നിലകൊണ്ട ശ്രീ ES ബിച്ചു അവറുകൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, സംസ്ഥാന വക്താവാണ്. വളരെ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് നൽകി. ഞങ്ങളിവിടെ കൂടിയ ഒരു സ്വാഗത സംഘ യോഗത്തിൽ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ശേഷിയും നമുക്ക് സമർപ്പിക്കാവുന്ന ഈ സംഘടന ഈ ആശ്രമ പശ്ചാത്തലത്തിൽ ഇവിടെ വളർന്നു വരേണ്ടത് ആവശ്യമാണെന്നും തൻ്റേതായ എല്ലാ മേഖലയിൽ നിന്നുമുള്ള സ്വാധീനം ഇവിടേക്ക് സമർപ്പിക്കാമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയ ആ മാന്യ ദേഹത്തെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. രവീന്ദ്രനാഥ് സാറിൻ്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ്. നമുക്ക് കഴിയുന്നത്ര ആളുകൾക്ക് അതിൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തെ വളർത്തി എടുത്ത് ഈ നാടിന് വയോജനങ്ങൾക്ക് ഒരാശയ കേന്ദ്രമായി, ആശ്രയ കേന്ദ്രമായി രൂപപ്പെടുന്നതിന് വേണ്ടിയുള്ള സഹായവും പ്രവർത്തനവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളിൽ ഒരാളായ KN ശശി ശിവഗിരി ശിഖരാഗ്രി ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിദ്യം സ്വപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കരികലുഷവിനാശം നൗമി നാരായണാഖ്യം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ ഗുരുരാധ്യാം ശ്രീ ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനവും ശിവഗിരി മഠത്തിന് സമർപ്പിക്കുന്നതായ ഈ ചടങ്ങിൻ്റെ ബഹുമാനനായ അധ്യക്ഷൻ ശ്രീ ബാബുരാജ് വട്ടോടിൽ, ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര സമിതി അംഗം അത്തരത്തിൽ മനുഷ്യൻ പകുതി മനുഷ്യനും പകുതി മൃഗവും ആയി ജീവിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ മുക്കാൽ ഭാഗവും മൃഗവും കാൽ ഭാഗം മനുഷ്യനും ആയി ജീവിക്കുന്ന, അല്ലെങ്കിൽ 90% മൃഗവും 1% മനുഷ്യനായി മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിൽ നാം ഭയക്കേണ്ടത് ഇതിനെയാണ്. മനുഷ്യനിൽ മനുഷ്യത്വം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. റോഡിലിറങ്ങി നടക്കാൻ ഭയക്കണം, ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാൻ ഭയക്കണം, എന്തിന് സ്വസ്ഥമായി നമ്മുടെ വീടുകളിൽ ഇരിക്കുവാൻ പോലും നാം ഭയക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മനുഷ്യരിൽ മനുഷ്യത്വം ഇല്ലാതെയായാൽ സ്വസ്ഥമായ ഒരു സാമൂഹിക ജീവിതം നമുക്കൊരിക്കലും നയിക്കുവാൻ സാധിക്കില്ല. സമൂഹത്തിൽ ജീവിക്കണം എങ്കിൽ, സ്വസ്ഥമായി ശാന്തിയോടുകൂടി സമാധാനത്തോടു കൂടി ജീവിക്കണം എങ്കിൽ ഒരു മനുഷ്യവൃന്ദത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ചുറ്റുമുള്ളവരും മനുഷ്യരാകണം. നല്ല മനുഷ്യരാകുമ്പോഴാണ് നമുക്ക് സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ, സ്വസ്ഥമായി ജീവിക്കുവാൻ സാധിക്കുക. അങ്ങനെ മനുഷ്യന് സ്വസ്ഥമായ മാത്രമായ ആളുകൾ പോകുന്ന കശുമാവിൻ തോട്ടവും കുറ്റിക്കാടുകളും നിറഞ്ഞ ആ കുന്നിൻ പ്രദേശത്തിനരികിൽ ഗുരു എത്തുകയും തൊട്ടടുത്തുള്ള മാതേകളും വീടുകളും അന്നില്ല.
ഓല കൊണ്ടിട്ട് കെട്ടിയ വീട് വർഷാവർഷം മാറ്റി ഓല മാറ്റുന്നതിനെയാണ് നമുക്കെല്ലാം അറിയാം ഉര കെട്ടി മേയുക എന്നത്. അപ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് ഉര കെട്ടി മേയുമ്പോൾ ധാരാളം അസ്വസ്ഥതകൾ അവിടെ ഉണ്ടാകും. സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും. അടുക്കള ഉണ്ടാകില്ല. വാവരാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിച്ചു. ഉദ്ഘാടനം ചെയ്യുന്നതിനായും ഈ ആശ്രമത്തിന്റെ ആധാരം കൈമാറുന്നതിനായും ബഹുമാനപ്പെട്ട ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി പൂജനീയ ശ്രീ ശുഭാനന്ദ സ്വാമികൾ അവരെ ക്ഷണിക്കുന്നു. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തിയേ നമഃ. ബഹുമാന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ബാബു വട്ടോളി, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഗുരുധർമ്മ പ്രചാരണ സഭയുടെ സെക്രട്ടറി ശ്രീമദ് അസംഗാനന്ദ ഗിരി സ്വാമികൾ, പ്രിയപ്പെട്ട ശ്രീ രവീന്ദ്രൻ അവരുകൾ, ബഹുമാന്യനായ ശ്രീ കുറിച്ചി സധൻ, സഭയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി സോഫി വാസുദേവൻ, ശ്രീ എം സോമനാഥ് ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ജില്ലാ മണ്ഡലം യൂണിറ്റ് ഭാരവാഹികളെ, പ്രവർത്തകരെ, സ്നേഹസമ്പന്നരായ സ്നേഹനിധികളായ അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുഭക്തരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹ നിർഭരമായ പ്രണാമം ആദ്യമായി അർപ്പിക്കട്ടെ. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം സന്തോഷം എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ്റെ വലിയ ഒരു സങ്കല്പം അല്ലെങ്കിൽ വലിയ ഒരു ഉപദേശം നാം ഇന്നിവിടെ പ്രാവർത്തികമാക്കുകയാണ്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ ആയുസ്സും വൗസ്സും ആത്മതപസ്സും സമർപ്പണം ചെയ്തിട്ടുള്ളത്. അത് വരും തലമുറയും ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹത്തായ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും സംശീകരിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാൻ ഉതകുമാറുള്ള സാമൂഹിക പശ്ചാത്തലം ഇവിടെ ഉണ്ടാകണം എന്ന ഗുരുവിൻ്റെ ഒരു വലിയ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശം തോറും സഭകളും ആശ്രമങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടാകണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിക്കപ്പെട്ടത്. ഗുരുവിൻ്റെ മഹത്തായ ഉപദേശം സംശീകരിച്ചുകൊണ്ട്, ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് എമ്പാടും ഗുരുവിൻ്റെ നാമധേയത്തിൽ ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ രൂപീകൃതമാകുകയും അത് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് കറുകച്ചാൽ കേന്ദ്രമാക്കി നമുക്കൊരു പുതിയ പ്രസ്ഥാനത്തിന് രൂപവും ഭാവവും നൽകുവാൻ കഴിയുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷത്തിന് വക നൽകുന്നതാണ്. ശ്രീ രവീന്ദ്രൻ ആറ്റുപുഴി അവരുകൾ അദ്ദേഹത്തിന് സമാർജിതമായ സ്വത്ത് ഒരു ഭാഗം ശിവഗിരി മഠത്തിന് നൽകുകയാണ്. ശ്രീ രവീന്ദ്രൻ അവരുകളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി എനിക്ക് ആത്മബന്ധം പുലർത്തുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. 90കളിലാണ് ശിവഗിരിയുടെ ശാഖാസ്ഥാപനമായ കുറിച്ചി അദ്വൈത വിദ്യാശ്രമത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന സന്ദർഭം മുതൽ
ഒരു തികഞ്ഞ ഗുരുഭക്തനായി ഗുരുധർമ്മ പ്രചാരണ സഭയുടെ പ്രവർത്തകനായി മുഴുനീളെ പ്രവർത്തിക്കുന്ന ശ്രീ രവീന്ദ്രൻ നിരന്തരമായി ആശ്രമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. പല സന്ദർഭങ്ങളിലും അതിൻ്റെ ഭാഗമായി ഈ ഭവനത്തിൽ വരുവാനും ഇവിടെ നടക്കുന്ന പരിപാടികളിലൊക്കെ പങ്കെടുക്കുവാനും അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യകാലം മുതൽ തന്നെ ജീവിതം ആധ്യാത്മിക അടിത്തറയിൽ നിന്നുകൊണ്ട് ആ ജീവിതം, സ്വന്തം ജീവിതം സമൂഹത്തിന് വേണ്ടി, സാമൂഹിക നന്മയ്ക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ഒരു പ്രവർത്തന ശൈലിയായിരുന്നു ശ്രീ രവീന്ദ്രൻ അവരുടേതെന്ന് എന്നേക്കാൾ കൂടുതൽ പരിചയവും ഉള്ള നിങ്ങൾക്കേവർക്കും അറിവുള്ളതാണ്. ഒരു പുരുഷായുസ് മുഴുവനും ആധ്യാത്മിക അടിത്തറയിൽ നിന്നുകൊണ്ട് മാനവ സമൂഹത്തിൻ്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ എപ്രകാരമാണോ പ്രവർത്തിച്ചിട്ടുള്ളത്, ഗുരുവിൻ്റെ ആ മഹത്തായ പാത ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുവാനും അത് പ്രാവർത്തികമാക്കുവാനും അതുവഴി ജീവിക്കുവാനും ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ രവീന്ദ്രൻ അവറുകളെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, ലോകത്ത് ധാരാളം ആധ്യാത്മിക ആചാര്യന്മാർ അവതരിക്കുകയും അവർക്ക് ലഭ്യമായിട്ടുള്ള മഹത്തായ ആത്മീയ ദർശനം സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ആധ്യാത്മിക പാരമ്പര്യം അല്ലെങ്കിൽ അവരുടെ പരമ്പരയെ നാം പരിശോധിക്കുമ്പോൾ അവർ നൽകിയിട്ടുള്ള മഹത്തായ ആത്മീയ ദർശനം ഇവിടുത്തെ വരും തലമുറയുടെ ബുദ്ധി വ്യായാമത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കപ്പെട്ടപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും വഴിമാറി ചിന്തിച്ചുകൊണ്ട് ഗുരുവിന് ലഭ്യമായിട്ടുള്ള ആ ആത്മീയത സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് മറ്റ് ആചാര്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി ആത്മീയ അനുഭൂതി നുകർന്നുകൊണ്ട് ധ്യാനത്തിൻ്റെയോ മൗനത്തിൻ്റെയോ പാതയിലേക്ക് പോകാതെ സമൂഹത്തോടൊപ്പവും കാലത്തോടൊപ്പവും ജീവിക്കുവാനാണ് ഗുരു ശ്രമിച്ചത്. ആത്മീയ അനുഭൂതിയുടെ നുകർന്നുകൊണ്ട് സമൂഹത്തോടും കാലത്തോടുമൊപ്പം ജീവിച്ചുകൊണ്ട് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയമായ ധാരണകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഭൗതിക തലത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും ആധ്യാത്മിക ജീവിതത്തിലായാലും ഏതെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയമായ ധാരണകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അശാസ്ത്രീയമായ ധാരണകളെ സമൂലം തിരുത്തി ശാസ്ത്രീയമായ അവബോധം നൽകുന്നതിന് വേണ്ടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തോടൊപ്പവും ലോകത്തോടൊപ്പവും ജീവിച്ചത്. ആ പാതയാണ് നാം ഓരോരുത്തരും പിന്തുടരേണ്ടത്, പിന്തുടർന്നു വരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വപൂർണമായ മാനവിക ദർശനം ഹൃദയം കൊണ്ടേറ്റുവാങ്ങി അത് ജീവിതത്തിൽ പകർത്തി അതിനെതിരെ ഏതെങ്കിലും ശക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തിരുത്തൽ ശക്തിയായി മാറുവാൻ നമുക്ക് കഴിയണം. ഒരു തിരുത്തൽ ശക്തിയായി മാറണമെങ്കിൽ, ഒരു തിരുത്തൽ ശക്തിയായി നമുക്ക് നിലകൊള്ളണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ ഉദ്ബോധനം നമുക്ക് സ്വാംശീകരിക്കേണ്ടതുണ്ട്. അത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങേണ്ടതുണ്ട്. ആ ദർശനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടിറങ്ങേണ്ടതുണ്ട്. അത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി ആഴങ്ങളിൽ ആണ്ടിറങ്ങിയാൽ മാത്രമേ ഇവിടുത്തെ ധർമ്മമേത് അധർമ്മമേത് സത്യമേത് അസത്യമേത് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയൂ. അതുവഴി മാത്രമേ വിവേകത്തിൻ്റെ പാതയിലേക്ക് പോകുവാൻ കഴിയുള്ളൂ. ഇന്ന് സഭയെ സംബന്ധിച്ചിടത്തോളം സഭ ഇന്ന് ഒരു തിരുത്തൽ ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹിക അവസ്ഥക്കെതിരെ, അന്ന് നിലനിന്നിരുന്ന സാമൂഹിക പശ്ചാത്തലത്തിനെതിരെ ഉള്ള ഒരു പ്രവർത്തനമായിരുന്നു, ഒരു നവോത്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കമായിരുന്നു നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെയുള്ള അരുവിപ്പുറം പ്രതിഷ്ഠ. 1888 നിർവഹിച്ച അരുവിപ്പുറം പ്രതിഷ്ഠ ഇന്ന് 137 വർഷങ്ങൾ പിന്നിടുകയാണ്. 137ാമത് പ്രതിഷ്ഠ വാർഷിക
മഹോത്സവം കൊണ്ടാടുന്ന സന്ദർഭത്തിലാണ് നാം ഇന്നിവിടെ സംഗമിച്ചിരിക്കുന്നത്. ഗുരുദേവൻ നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നും ശിലാവിഗ്രഹം ഗുരുവിന്റെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അരുവിപ്പുറത്തെ കിഴക്കേ പാറയിൽ കൊണ്ട് ചെന്ന് വെക്കുകയാണ് ചെയ്തത്. സാധാരണ ആചാര്യന്മാർ പ്രതിഷ്ഠിക്കുന്നത് പോലെയുള്ള വിഗ്രഹ പ്രതിഷ്ഠയല്ല ഗുരു അവിടെ നിർവഹിക്കപ്പെട്ടത്. സാധാരണ ആചാര്യന്മാർ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നത് പീഠത്തിൽ അഷ്ടബന്ധമിട്ടാൽ ഉറപ്പിക്കണം വിഗ്രഹത്തെ. എന്നാൽ ശ്രീനാരായണ ഗുരുവിന് 137 വർഷങ്ങൾക്ക് മുമ്പ് നിർവഹിച്ച പ്രതിഷ്ഠയ്ക്ക് അഷ്ടബന്ധത്തിന്റെ കാര്യമുണ്ടായിരുന്നു. ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിലാവിഗ്രഹം ഗുരുദേവൻ ഗുരുവിന്റെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പീഠമായി സങ്കല്പിച്ച് കിഴക്കേ പാറയിൽ കൊണ്ടു ചെന്ന് വെച്ചപ്പോൾ ആ 2 പാറകളും ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒന്നിച്ചിരിക്കുന്ന രംഗമാണ് അവിടെ നിന്നവർക്ക് പിന്നീട് കാണുവാൻ കഴിഞ്ഞു. ഇന്നേക്ക് 137 വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും ഒരു ഇളക്കവും അനക്കവും കൂടാതെ ആ അരുവിപ്പുറത്തെ കിഴക്കേ പാറയിൽ ആ ശിലാവിഗ്രഹം ഉറച്ചിരിക്കുന്നത് നമുക്കിപ്പോഴും കാണുവാൻ കഴിയും. ഇവിടെയാണ് ഗുരുവിൻ്റെ ആത്മീയ ശക്തി, ഗുരുവിൻ്റെ ആത്മതേജസ്, ഗുരുവിൻ്റെ ആത്മവീര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചത് അന്നത്തെ സാമൂഹിക പശ്ചാത്തലം. ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും എല്ലാം പേരിൽ ഉയർന്നു വന്നിട്ടുള്ള സങ്കുചിത വിഭാഗീയ ചിന്തകളുടെ ഫലമായി ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗങ്ങളുടെ മുമ്പിൽ ആരാധനാലയങ്ങൾ കൊട്ടിയടക്കപ്പെട്ടിരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗങ്ങളെ അക്ഷര ലോകത്തൊന്നും ആട്ടിപ്പായിച്ചു. ന്യായമായ മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. സഞ്ചാര സ്വാതന്ത്ര്യം പോലെയുള്ള, തൊഴിൽ സ്വാതന്ത്ര്യം പോലെയുള്ള സ്വാതന്ത്ര്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ടത്. പ്രതിഷ്ഠാനന്തരം ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിന്റെ തൃക്കൈകളാൽ പച്ചിലച്ചാറുകൾ കൊണ്ട്, അന്ന് ലഭ്യമായ പച്ചിലച്ചാറുകൾ കൊണ്ട് ഗുരുദേവൻ ആ പാറപ്പുറത്ത് ഒരു സന്ദേശം അവിടെ ആലേഖനം ചെയ്തു. ആ സന്ദേശമാണ് ഇന്നും കേരളം മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ വരെ കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഉയർന്നു വന്ന സന്ദേശം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന സന്ദേശം ഗുരുദേവൻ ആലേഖനം ചെയ്തു. ആ സന്ദേശം നാം പരിശോധിക്കുമ്പോൾ ഒരു വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം, ക്ഷേത്ര സംസ്ഥാപനത്തിന് ശേഷം ഗുരുദേവൻ എഴുതി വെച്ചത് ദൈവത്തെക്കുറിച്ചോ ദേവാലയത്തെക്കുറിച്ചോ ആയിരുന്നില്ല എന്നുള്ളത്. ദൈവത്തെക്കുറിച്ചോ ദേവാലയത്തെക്കുറിച്ചോ പരാമർശിക്കപ്പെടാതെ ഈ സമൂഹത്തിലുള്ളവരെല്ലാം സോദരത്വേന വാടും സാഹോദര്യ തുല്യം വാണരുടുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്നായിരുന്നു ഗുരുദേവൻ സ്വപ്നം കണ്ടത്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ തുടർച്ചയെന്നോണം അത് പൂർത്തീകരിക്കുവാനുള്ള പ്രയാണത്തിലാണ് ഇന്ന് സമൂഹം എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഗുരുധർമ്മ പ്രചാരണ സഭയുടെ പ്രവർത്തകരും നേതൃത്വവും ഇന്ന് അനുഭവിക്കുന്ന അശാസ്ത്രീയമായ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സമൂലം തിരുത്തുവാൻ തയ്യാറായി നാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസങ്ങളിലെ അന്ധതകളെയും ആചാരങ്ങളിലെ വികലതകളെയും ഇന്നും തുടർന്നു വരുന്ന സാഹചര്യത്തിൽ ആ വിശ്വാസങ്ങളിലെ അന്ധതകളെ മാറ്റുവാൻ, ആചാരങ്ങളിലെ വികലതകളെ തിരിച്ചറിയുവാൻ, അതിനൊരു തിരുത്തശക്തിയായി മുന്നേറുവാൻ ഇന്ന് ഗുരുദേവ വിശ്വാസികൾക്കും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും ശ്രീനാരായണ പ്രവർത്തകർക്കും ചരിത്രപരമായ കടമയുണ്ട്, ചരിത്രപരമായ ദൗത്യമുണ്ട്. ആ കടമയും ദൗത്യവും നിർവഹിക്കുവാൻ നമുക്ക് കഴിയപ്പെടേണ്ടതുണ്ട്. ഇന്ന് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഒഴിച്ചു മാറ്റിവെച്ചുകൊണ്ട് മാത്രമേ ആരാധനാലയങ്ങളിൽ കയറുവാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അശാസ്ത്രീയമായ സങ്കല്പവും രീതിയുമാണ്. അവരവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ
ആരാധനാലയങ്ങളിൽ കയറുവാനും ആരാധന നടത്തുവാനുമുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശമാണ്. നമുക്ക് വസ്ത്രം ധരിക്കുവാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുവാനുള്ളത് നമ്മുടെ മൗലികമായ അവകാശമാണ്. ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലാണ്, സമരമുഖത്താണ് ഇന്ന് ഗുരുധർമ്മ പ്രചാരണ സഭാ പ്രവർത്തനം. അതോടൊപ്പം തന്നെ അർഹതപ്പെട്ടവർക്ക് അർഹമായ ജോലി നൽകുക എന്നുള്ളത്. ഇന്നും ക്ഷേത്രങ്ങളിൽ പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് യോഗ്യതയുണ്ടെങ്കിലും നിയമനം ലഭിച്ചാലും ആരാധനാലയങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ, ഒരു സാമൂഹിക പശ്ചാത്തലം ഇന്നിവിടെ നിലനിൽക്കുകയാണ്. യോഗ്യത നേടി ദേവസ്വം ബോർഡ് സർട്ടിഫിക്കറ്റ്, ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്താലും ആ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ദേവസ്വം ബോർഡ്, സർക്കാരിൻ്റെ ഭരണഘടനാ സ്ഥാപനമായ ദേവസ്വം ബോർഡ് നിയമന ഉത്തരവ് നൽകിയാലും ആ നിയമന ഉത്തരവുമായി ക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ചില സങ്കുചിത വിഭാഗീയ ചിന്തകൾ പുലർത്തുന്ന ആളുകൾ അവരെ ക്ഷേത്രത്തിന്റെ അകത്തളങ്ങളിലേക്ക്, ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്ന സ്ഥിതികൾ സാംസ്കാരിക കേരളമെന്നും പ്രബുദ്ധ കേരളമെന്നും സുന്ദര കേരളമെന്നുമെല്ലാം നാം പാടിപ്പുകട്ടുന്ന കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത്തരത്തിലുള്ള തിരിച്ചറിവിന്റെ ഭാഗമായി ഒരു തിരുത്തൽ ശക്തിയായി ശ്രീനാരായണ ധർമ്മസംഘം ശിവഗിരി മഠം നേതൃത്വം കൊടുക്കുന്ന ഗുരുധർമ്മ പ്രചാരണ സഭയിലൂടെ വലിയ ഒരു തിരുത്തൽ ശക്തിയായി മാറുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഗുരു നമ്മെ പഠിപ്പിച്ച എല്ലാവിധ അശാസ്ത്രീയ ധാരണകളെയും സമൂലം തിരുത്തി ശാസ്ത്രീയമായ അവബോധത്തിലേക്ക് സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് നാടുനീളെ ഇതുപോലെയുള്ള ആശ്രമങ്ങളും സഭകളും പ്രസ്ഥാനങ്ങളും ഉയർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കും ചിന്തകൾക്കും പഠനങ്ങൾക്കും വേദിയായി നമ്മുടെ കേന്ദ്രങ്ങൾ മാറ്റപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ രവീന്ദ്രൻ അവരുടെ വലിയ മനസ്സുകൊണ്ട് ഇന്ന് ശിവഗിരി മഠത്തിന് ഈ പ്രദേശത്ത് ഒരു ശാഖാസ്ഥാപനമായി പ്രവർത്തിക്കുവാൻ, പ്രത്യേകിച്ച് ഗുരുധർമ്മ പ്രചാരണ സഭയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ചർച്ചകൾക്കും ചിന്തകൾക്കും പഠനങ്ങൾക്കുമായി ഒരു സ്ഥാപനം ഇവിടെ സമുദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതുവഴി നമ്മുടെ നാടിൻ്റെ പ്രകാശമായി, നമ്മുടെ നാടിൻ്റെ വിളക്കായി മാറ്റപ്പെടേണ്ടതുണ്ട്. ആശ്രമങ്ങളും ആരാധനാലയങ്ങളുമെല്ലാം നമ്മുടെ നാടിൻ്റെ പ്രകാശമാണ്, നമ്മുടെ നാടിൻ്റെ വിളക്കാണ് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഇതുപോലുള്ള സ്ഥാപനങ്ങളെന്നും പ്രസ്ഥാനങ്ങളും ഉയർന്നു വരുന്ന ആത്മീയതയുടെ പ്രകാശം അല്ലെങ്കിൽ അറിവിൻ്റെ പ്രകാശം സമൂഹത്തെ സമസ്ത മേഖലയുമുള്ള ഇരുട്ടിനെ മാറ്റി അത് നന്മയുടെ പ്രകാശം പരത്തുവാൻ, നമ്മുടെ നന്മയുടെ വികാസം കൊണ്ടുവരുവാൻ കഴിയും. അതുകൊണ്ടാണ് ആരാധനാലയങ്ങൾ, ദേവാലയങ്ങൾ, പ്രസ്ഥാനങ്ങളെല്ലാം നാടിൻ്റെ വിളക്കാണ്, പ്രകാശമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ പ്രകാശമായി, ഈ പ്രകാശത്തിൻ്റെ വിളക്കായി ശ്രീ രവീന്ദ്രൻ അവർ സമർപ്പിക്കപ്പെട്ട ഈ പ്രസ്ഥാനം മാറണം, മാറ്റപ്പെടേണ്ടതുണ്ട്. അതിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമം, കൂട്ടായ പ്രവർത്തനം ഉണ്ടാകണം എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ശിവഗിരി മഠത്തിൻ്റെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗുരുവിൻ്റെ മഹത്വപൂർണ്ണമായ മാനവിക ദർശനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനുമായി സമുദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ശ്രീ രവീന്ദ്രൻ അവരുടെ സൗമനസ്യത്തിന് ശിവഗിരി മഠത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഈ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശിവഗിരി മഠം
ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാകാനന്ദ സ്വാമികൾക്ക് ആധാരം കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട KN രവീന്ദ്രനാഥ് അവറുകളെ ക്ഷണിക്കുന്നു. ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവഗിരി മണ്ഡലത്തിൻ്റെ സെക്രട്ടറി സംഭൂജ്യനായ ശുഭാകാനന്ദ സ്വാമി, ഗുരുധർമ്മ പദാഗ്രഹ സെക്രട്ടറി സംഭൂജ്യ സ്വാമിജി, അസംഗാനന്ദഗിരി സ്വാമിജി ആയി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതി ഇന്നിവിടെ പൂവണിയുകയാണ്. ശിവഗിരി മഠത്തിൻ്റെ സെക്രട്ടറി സംഭൂജ്യനായ സ്വാമിജികൾ തന്നെ നേരിട്ട് വന്ന് ഈ ആധാരം സ്വീകരിച്ചപ്പോൾ ഞാൻ പൂർണ്ണ സംതൃപ്തനായി. ഞാൻ എന്തെങ്കിലും പറയാൻ കഴിയാത്തവണ്ണം വ്യക്തത കണ്ടനാകുന്ന ഒരവസ്ഥയാണിത്. സ്വാമിജിയായിട്ടുള്ള ആധാര കൈമാറ്റത്തിൻ്റെ സന്തോഷമാണത്. കൂടുതൽ പറയാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സ്വാമിജി അത് ഏറ്റുവാങ്ങിയപ്പോൾ ഇനി ഈ പ്രസ്ഥാനം ഇവിടെ വളർന്നുകൊള്ളും എന്നുള്ള ഒരു ആത്മവിശ്വാസം എന്നിൽ രൂഢമൂലമായിട്ടുണ്ട്. അതെനിക്ക് എന്നും ആശ്വാസമായി നിലകൊള്ളും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ശിവഗിരി മഠവുമായിട്ടുള്ള എൻ്റെ ബന്ധം എൻ്റെ 12 വയസ്സിലാണ് ആരംഭിക്കുന്നത്. ശിവഗിരി മഠത്തിലെ അവസാനത്തെ മഠാധിപതിയായിരുന്ന ശങ്കരാനന്ദ സ്വാമികളിൽ നിന്നാണ് ഭഗവത്ഗീതയുടെ 16-ാം അധ്യായം ഞാൻ പഠിച്ചത്. ആധ്യാത്മികമായ പഠനത്തിന് തുടക്കം അവിടെയായിരുന്നു. അതിനുശേഷം പിന്നീട് പല രംഗങ്ങളിലൂടെ യാത്ര ചെയ്യുകയും കോളേജിൽ പഠിക്കുകയും ഇൻഡസ്ട്രി ട്രെയിനിങ്ങിന് പോവുകയും അതേപോലെയുള്ള മറ്റു രംഗങ്ങളിലൊക്കെ പോവുകയും ചെയ്തതിന് ശേഷം പിന്നീട് ഒരു 45 വയസ്സോടുകൂടിയാണ് വീണ്ടും എനിക്ക് ആധ്യാത്മികമായ ഗ്രന്ഥങ്ങളോടുള്ള ഒരു അടുപ്പം ഉണ്ടാകുന്നത്. പിന്നീട് SNDP യോഗത്തിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം ഗുരുധർമ്മ പ്രചാരണ സഭയിലേക്ക് വരികയും ശുഭാകാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ഈ കോട്ടയം ജില്ലയിൽ ഒരു 10 വർഷക്കാലം പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ഭാഗ്യവും എനിക്കുണ്ടാകുകയുണ്ടായി. അതിനുശേഷമാണ് കുറെ കൂടി ആഴത്തിൽ പഠിക്കാനുള്ള ഒരു സൗകര്യം ഗുരുകുലത്തിലുണ്ട് എന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ ഗുരുകുലവുമായി ബന്ധപ്പെടുകയും ആ ഗുരുകുലവുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഈ വയോമിത്ര എന്ന ഒരാശയം കൂടി എന്നിൽ രൂപപ്പെടുകയും ചെയ്തു. വയോമിത്ര എന്ന ആശയം ഗുരുകുലത്തിൽ വെച്ചപ്പോൾ അന്ന് തന്നെ സ്വാമിജി മുനി നാരായണ പ്രസാദ് എന്നോട് പറഞ്ഞു, ഗുരുകുലത്തിന് അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ല. ഗുരുകുലത്തിന് താല്പര്യമുള്ളത് പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമാണ്. മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റ് സംഘടനകളുടെ ഉത്തരവാദിത്വമാണ്, അതിലേക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞ് എന്നെ ആദ്യം നിരാശപ്പെടുത്തി. പിന്നീട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിന് അങ്ങനെ താല്പര്യമുണ്ട്, ഒരു കാര്യം ചെയ്യുക, തന്മയായും ത്യാഗീശ്വരനുള്ളപ്പോൾ ഇങ്ങോട്ട് പോവാം, നമുക്കതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡിസംബർ മാസത്തിൽ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ തന്മയാസ്വാമിയും ത്യാഗീശ്വരൻ സ്വാമിയും ഉണ്ടായിരുന്നു. അപ്പോൾ തന്മയാസ്വാമിക്ക് കേട്ടപ്പോൾ വളരെ താല്പര്യം. അപ്പോൾ ഉടനെ തന്നെ തന്മയാസ്വാമി പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്യാം, അവിടെ ഒരു പഠന കേന്ദ്രം നമുക്ക് തുടങ്ങിക്കളയാം എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്മയാസ്വാമി ഇവിടെ വന്നു.
തന്മയാസ്വാമി ഇവിടെ വന്ന പരിസരമെല്ലാം കണ്ടു കഴിഞ്ഞ് തന്മയാസ്വാമിക്ക് വളരെ സന്തോഷം തോന്നി. യാത്ര പറഞ്ഞ് ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞു. പിന്നീട് സംഭവിച്ചത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബ്രഹ്മചാരിയുമായിട്ട് തന്മയാസ്വാമി ഇവിടെ വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. തന്മയാസ്വാമി ഇവിടെ കൊണ്ടുവന്ന് ബ്രഹ്മചാരിയെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ച് തന്മയാസ്വാമി യാത്രയായി. അങ്ങനെ ഇവിടെ ഒരു പഠനകേന്ദ്രം തുടങ്ങുകയും ആ പഠനകേന്ദ്രം നന്നായി പുരോഗമിക്കുകയും ആ ബ്രഹ്മചാരി 2 വർഷക്കാലം ഇവിടെ ക്ലാസ്സുകൾ നയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ വിദ്യാഭ്യാസവും ഉള്ള സീനിയറായിട്ടുള്ള ആഴത്തിൽ പഠിക്കാൻ മനസ്സുള്ള ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്മയാസ്വാമി ഇവിടെ ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. തന്മയാസ്വാമിയുടെ ക്ലാസ്സും ബ്രഹ്മചാരിയുടെ ക്ലാസ്സും ഒരേപോലെ തന്നെ പോയിക്കൊണ്ടിരുന്നു. ഭഗവത്ഗീതയ്ക്ക് ക്ലാസ് എടുക്കാൻ ചന്ദ്രശേഖരൻ നായർ സാറ് അങ്ങനെ 3 ക്ലാസ്സുകൾ ഒരേ ദിവസം വന്നപ്പോൾ എന്തുകൊണ്ടോ ബ്രഹ്മചാരിക്ക് അല്പം ഒരു കുശുമ്പ്. തന്മയാസ്വാമി വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല ബ്രഹ്മചാരിക്ക്. അപ്പോൾ എന്നോട് കാര്യം തുറന്നു പറഞ്ഞു, അത് സ്വാമി അതൊരു ഭംഗിയല്ല ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രഹസ്യമായിട്ട് ഞങ്ങൾ തന്മയാസ്വാമി ഞാനുമായിട്ടങ്ങ് വളരെ അടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും തന്മയാസ്വാമിയുടെ ചെവി പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെയുള്ള ഒരു അടുപ്പം ഞങ്ങൾ തമ്മിൽ വന്നു. Yeah.